Hello, my dear student. Welcome back to Learn and Grow. Today we are going to discuss class 5th Hindi Unit 5 ഇക്കായി 5 ബൂന്തോം കാ ഗീത്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലത്തെ യൂണിറ്റ് 5 ആയിട്ടാണ്. ബൂന്തോം കാ ഗീത്. ഓക്കെ, അപ്പോൾ എന്താണ് ബൂന്തോം കാ ഗീത്? ബൂന്തോം മീൻസ് വെള്ളത്തുള്ളികൾ. ഓക്കെ, അപ്പോൾ വെള്ളത്തുള്ളികളുടെ ഗീത്, സംഗീതം എന്താണ്, എന്തിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കഹാനിയാണ് കൊടുത്തിരിക്കുന്നത്. ഏക് ദോൻ തീൻ. ഏക് ദോൻ തീൻ, 1 2 3. മുകേഷ് നൗട്ടിയാലാണ് ഈ ഒരു കഥ, കഹാനി എന്ന് വെച്ചാൽ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുമെന്ന് നോക്കിയേ. ഒരു കുട്ടിയുണ്ട് അല്ലേ, ഏക്കിലെടുക്കുക. പിന്നെ ഒരു പൂച്ചക്കുട്ടി കാണാം, ഏക്ക് ബില്ലി. ഒരു മരം, ഏക്ക് പേട്. പിന്നെ മലനിരകൾ, വെള്ളം. പിന്നെ എന്താണ്, കുളക്കോഴികൾ. അവിടെ കാണുന്ന ആ കോഴികൾ, അത് കുളക്കോഴികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ വീടുള്ളത് ഒരു നദീൻ്റെ സൈഡിലാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ഈ സ്റ്റോറി, ഈ കഹാനിയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മേരാ ഘർ സുസ്വാ നദി കെ കിനാരെ ഹേ. മേരാ ഘർ, ഘർ വീട്, സുസ്വാ നദി, സുസ്വാ എന്ന് പറയുന്ന നദിയുടെ കിനാരെ, തീരത്താണ്. അപ്പോൾ എൻ്റെ വീട് സുസ്വാ നദിയുടെ തീരത്താണ്. വഹീം ജൽ മുർഗിയോം का एक परिवार भी रहता है. ओके, അവിടെ ജൽ മുർഗിയോം का एक परिवार भी रहता है. ജൽമുർഗി എന്ന് വെച്ചാൽ കുളക്കോഴികളുടെ ഏക്, ഒരു പരിവാർ എന്ന് വെച്ചാൽ കുടുംബവും ഉണ്ടായിരുന്നു. നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും അല്ലേ. അത് ആജ് സുബഹ്, ഇന്ന് രാവിലെ ജൽ മുർഗി കെ ചൂസെ മേരെ ഘർ മേ ധുസ് ആയി. അപ്പോൾ ഇന്ന് രാവിലെ ഈ ജൽ മുർഗിക്ക് ചൂസെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ, മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ ദുസ് ആത്തി ഹെ പ്രവേശിച്ചു. ബാഹർ ദോ ജൽ മുർഗിയോം ജോർ ജോർ സെ ചിച്ചിയാ രഹീതി. ഓക്കെ, അപ്പോൾ പുറത്ത് 2 ജൽമുർഗീൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. മേനെ ദീവാർ കി ഓണ്ട് മേ ഏക്ക് ബിലൗട്ട ദേക്ക. ഓക്കെ, ഞാനപ്പോൾ ദീവാർ, ചുമരിൻ്റെ മറ്റേ സൈഡിൽ എന്ത് കണ്ടു? ഏക്ക് ബിലൗട്ട എന്ന് വെച്ചാൽ പൂച്ചക്കുഞ്ഞ്. ഓക്കെ, ബിലൗട്ട ദേക്ക എന്ന് വെച്ചാൽ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വീട് സുസ്വാ നദിയുടെ തീരത്താണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ജൽമുർഗിക്ക് പരിവാർ ഹെ അല്ലേ, ഈ കുളക്കോഴികളുടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഈ ജൽമുർഗീൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ എൻ്റെ വീടിനകത്തേക്ക് വന്നു. പിന്നെ കുറച്ചെണ്ണം പുറത്ത് നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിക്ചറിൽ കാണാൻ സാധിക്കും അല്ലേ, അവൻ്റെ വീടിൻ്റെ ആ മറുഭാഗത്തായിട്ട് ബിലൗട്ട എന്ന് വെച്ചാൽ പൂച്ചൻ്റെ കുഞ്ഞും കണ്ടോ, പുറത്ത് 2 കുളക്കോഴികളും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, മുझे देखकर ബിലോട്ട ഭാഗ് ഗയ. അപ്പോൾ ബിലോട്ട ഈ പൂച്ചക്കുഞ്ഞിനെ ഇവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ബിലോട്ട ഭാഗ് ഗയ എന്ന് വെച്ചാൽ ഓടിപ്പോയി. ഓക്കെ, ബിലോട്ട പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി. ലേക്കിൻ പക്ഷേ ജൽ മുർഗിയോം ഷോർ മച്ചാത്തി രഹി. അപ്പോൾ പക്ഷേ ഈ കുളക്കോഴികൾ എന്താണ്, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. ഇവനെ കണ്ടപ്പോഴും അതിന്റെ ശബ്ദത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നെക്സ്റ്റ് നോക്കാം. മേനെ ഭീതർ ജാകർ ദേഖ ഏക് ചൂസ ഫർഷ് पर था, दूसरा सोफे के नीचे. मैंने उनके माँ बाप के हवाले कर दिया, पर जल मुर्गियों शोर मचाती रही. അപ്പോൾ മേനി ഭീതർ ജാക്കർ ദേക്ക എന്ന് വെച്ചാൽ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക്, ഈ പിക്ചറിൽ കാണുന്നില്ല, ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ എന്തുണ്ട്? 2 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഏക് ചൂസ
ഫർഷ് പെർദ. അപ്പോൾ തറയിൽ ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. ദൂസര സോഫയ്ക്ക് നീച്ചെ, മറ്റൊന്ന് സോഫയുടെ താഴെയും ആയിരുന്നു. മേനെ ഉനെ ഉൻകെ മാ ബാപ് കെ ഹവാലെ കർ ദിയ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ആ കോഴിക്കുഞ്ഞുങ്ങളെ മെല്ലെ എടുത്ത് അതിന്റെ അച്ഛനമ്മമാരുടെ അരികിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, മാ ബാപ് കെ ഹവാലെ കർ ദിയ. പർ ജൽ മുർഗിയോം ഷോർ മച്ചാത്തി രഹി. അപ്പൊ അപ്പോഴും ഈ കുളക്കോഴി കുഞ്ഞുങ്ങൾ എന്തായിരുന്നു? ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഏക് മച്ചർ ബിൻ ഭിനാ രഹാ ഥാ, ഉസേ ഭാഗ്നെ കെ ലിയേ മേനെ थाली पीटी. आवाज सुनकर पलंग के नीचे छुपा चूजा तेजी से बाहर भागा. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. എന്താണ് ഏക്ക് മച്ചർ? മച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പിക്ചറിൽ കാണുന്നില്ലേ? കൊതുക് ആണ് കേട്ടോ, കൊതുക്. അപ്പോൾ ഈ കൊതുക് ഭിൻ ഭിന രഹാദ എന്ന് വെച്ചാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ, ഇങ്ങനെ മൂളിപ്പാട്ടം കൂടി അത് നമ്മളെ കടിക്കാനായിട്ട് വരും അല്ലേ. അപ്പോൾ ഉസി ഭഗാനി കേലിയെ മേനെ താലി പീട്ടി. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? താലി പീടി എന്ന് വെച്ചാൽ രണ്ട് കൈ ഇങ്ങനെ അടിച്ചിട്ട് അതിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ അപ്പോൾ ശബ്ദം ഉണ്ടാക്കി അല്ലേ. നമ്മളിങ്ങനെ കൊതുകിനെ കൊല്ലാനായിട്ട് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയടിച്ചാൽ ചിലപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കിടന്ന് ചത്തുപോകും, അല്ലെങ്കിൽ അത് ഫ്ലൈ ആയിട്ട് ഇങ്ങനെ കൈയിൻ്റെ ശബ്ദം വരും അല്ലേ. ആവാസ് സുൻകർ പലങ് കെ നീച്ചെ ചുപ്പ ചൂസ തേസി സെ ബാഹർ ഭാഗ. അപ്പോൾ ഈ കയ്യടി ശബ്ദം കേട്ടിട്ട് കട്ടിനിടയിൽ ഉണ്ടായിരുന്ന ചൂസ, ഈ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്തു? തേസി സെ ബാഹർ ഭാഗ, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിപ്പോയി. पर जल मुर्गियों ठठी रही, मैंने हर जगह खोजा. बाथरूम में दो चूजे पानी में खेल रहे थे, मैंने उन्हें पकड़ा और बरामदे में छोड़ दिया. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ. എന്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഈ ഒരു ബാത്റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം. पर जल मुर्गियों ठठी रही. അപ്പോൾ എന്താണ്, ഈ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടും ഈ കുളക്കോഴികൾ അവിടെ പോയില്ല കേട്ടോ, അവിടെ തന്നെ നിന്നു, പുറത്ത് തന്നെ തിന്നു. അപ്പോൾ മേനെ ഹർ ജഗ് ഖോജ. അപ്പോൾ ഈ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ എല്ലായിടത്തും തെരഞ്ഞു. ഹർ ജഗ് ഖോജ എന്ന് വെച്ചാൽ എല്ലായിടത്തും അന്വേഷിച്ചു. ബാത്റൂം മേ ദോ ചൂസേ പാനി മേ ഖേൽ രഹേ ദേ. അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചു. അവസാനം ബാത്റൂമിൽ എന്ത് കണ്ടോ? ബാത്റൂമേ ദോ ചൂസേ പാനിമേ ഖേൽ രഹേ ദേ. ഈ രണ്ട് കുഞ്ഞുങ്ങളും ബാത്റൂമിൽ വെള്ളത്തിൽ പാനിമേ ഖേൽ കളിക്കുകയായിരുന്നു. മേനെ ഉനെ പക്കട, ഞാൻ അവയെ കയ്യിലെടുത്തു. ഓർ ഭരാമതേമേ ചോട് ദിയ. ഭരാമതേ എന്ന് വെച്ചാൽ വരാന്ത, വരാന്തയിൽ ചോട് ദിയ, അവിടെ അതിനെ ഉപേക്ഷിച്ചു, വിട്ടു. ഓക്കെ, കുളക്കോഴികൾ അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടും അവർ പോയില്ല അല്ലേ, അവരവിടെ തന്നെ നിന്നു. അപ്പോൾ ഇവനെ എന്ത് ചെയ്തു? ബാക്കി രണ്ട് കുഞ്ഞുങ്ങളെ തെരഞ്ഞു അല്ലേ. അവസാനം അത് എന്തായിരുന്നു? ബാത്റൂമിൽ കളിക്കുമായിരുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളും അല്ലേ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അതിനെ എടുത്ത് ആ കുളക്കോഴികളുടെ അടുത്ത് കൊണ്ടുപോയി അല്ലേ, വരാന്തയിൽ അതിനെ അവിടെ വെച്ചു. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. जल मुर्गियों ने एक नज़र अपने चूज़ों को देखा, फिर नदी की तरफ दौड़ पड़ी. पांचों चूजे भी उनके पीछे पीछे चले जा रहे थे. उस दिन मैंने छाना कि जल मुर्गियों को भी गिनती आती है. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജൽ മുർഗിയോനെ ഏക് നസർ അപ്പനെ ചൂസോं को देखा. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും അങ്ങനെ ടോട്ടൽ 5 കോഴിക്കുഞ്ഞുങ്ങളും അവരുടെ അടുത്ത് എത്തിയപ്പോൾ ഈ കുളക്കോഴികൾ എന്ത് ചെയ്തു? ഏക് നസർ, ഒരു നോട്ടം നോക്കി ഈ കോഴിക്കുഞ്ഞുങ്ങളെ. എന്നിട്ട് എന്ത് ചെയ്തു? ഫിർ നദി കി തരഫ് ദൗഡ് പടി, പിന്നെ നദിയുടെ ഭാഗത്തേക്ക് ദൗഡ് പടി ഓടിപ്പോയി. പാഞ്ചോം ചൂസേ ബി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ ദേ. അങ്ങനെ 5 കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കിൽ ഓടിപ്പോയി. ഓക്കെ, ഉസ് ദിൻ മേനെ ജാനാ കി ജൽ മുർഗിയോं को भी ഗീന്തി ആത്തി ഹെ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി എന്താണ്? ജൽമുർഗിയോ കുളക്കോഴികൾക്കും ഗിന്തി ആത്തി ഹെ, എണ്ണാനറിയാം. കാരണം എന്താണ്? 5 കോഴിക്കുഞ്ഞുങ്ങളെയും കണ്ടപാടെയാണ് ഇവരെ പോയതല്ലേ, അതുവരെ അവിടെ തന്നെ നിന്നിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയേ. ചിത്രയ്ക്ക് നീച്ചെ ഉചിത് വാക്യ ചോടോ. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വാക്യത്തിൽ ഏതാണ് അതിൽ യോജിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ്.
घर के सामने एक बिलौटा है. അപ്പൊ ബിലൗട്ട എന്ന് വെച്ചാൽ നേരത്തെ എന്താന്നാ നമ്മൾ പറഞ്ഞത്? പൂച്ചക്കുട്ടി അല്ലേ? घर के सामने. അപ്പൊ घर के सामने എന്ന് വെച്ചാൽ വീടിന്റെ അടുത്ത് പൂച്ചക്കുട്ടി ഉണ്ട് അല്ലേ? അപ്പൊ ഈ സെക്കൻഡ് പിക്ചറിലാണ് നമ്മൾ അത് ആദ്യത്തെ വാചകം യോജിപ്പിക്കേണ്ടത്. നെക്സ്റ്റ്, പേട് കെ നീച്ചെ ഏക് ലഡ്കാ ഹെ. പേട് എന്ന് വെച്ചാൽ മരം, വൃക്ഷം. വൃക്ഷത്തിന്റെ നീച്ചെ താഴെ ഏക് ലഡ്കാ ഹെ, ഒരു കുട്ടിയുണ്ട്. എവിടെയാണ്? ഈ ലാസ്റ്റ് പിക്ചർ ആണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ. താലാബ് നദി, നദിയുടെ അടുത്ത്, കുളത്തിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു ജൽമുർഗി ഉണ്ട്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് പിക്ചറിലാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് നോക്കാം. സഹി വാക്യ ചുനോ ഡയറി ലിക്കോ. അപ്പോൾ ഇവിടെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഡേയും ഡേറ്റും എഴുതിയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സോമവാർ 5 ജനുവരി 2025. ഇതിലാദ്യം ആദ്യത്തെ വാചകം തന്നെ എഴുതാട്ടോ. ആജ് ജൽമുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയി. അപ്പോൾ ഇന്ന് ജൽമുർഗിയുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. ജൽമുർഗിയാം ഷോർ മച്ചാ രഹി തി. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭയങ്കര ശബ്ദമുണ്ടാക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോർത്തിൽ എഴുതാം. ബിലൗട്ടെ സെ ഡർ കർ ചൂസെ ഘർ കെ അന്തർ ധുസ് ആഹി. അപ്പോൾ ഈ ബിലൗട്ടെ, പൂച്ചയെ പേടിച്ച്, പൂച്ചക്കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. മേനെ ചൂസോം കോ പകഡ് കർ ജൽ മുർഗിയോം കോ ദേ ദിയ. അപ്പം ഞാൻ അതിനെ പിടിച്ച് ഈ ജൽമുർഗിയും കുളക്കോഴികളെ അടുത്ത് കൊണ്ടുപോയി വിട്ടു. അപ്പോൾ ജൽമുർഗിയോം കോ ബി ഗിൻതി ആത്തി ഹേ. ഓക്കെ, അപ്പോൾ ഇവന് മനസ്സിലായി ഈ കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാമെന്ന്. അങ്ങനെ ആ 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജൽമുർഗിയാം നദി കി തരഫ് ദൗഡ് ഗയി, നദിയുടെ ഭാഗത്തേക്ക് പോയി. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ചിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.